ഗുഡ് മോർണിംഗ്. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. ഇന്ന് പോളിടെക്നിക് 2005 സിലബസിലെ തേർഡ് സെമസ്റ്ററിൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റിൽ ലാബ് ചെയ്യാണ്ട് ഈ ലാബിൽ നിന്ന് കാണുന്നുണ്ട് ഏകദേശം 90 അവേഴ്സിന് കണക്കായിട്ടുള്ള സിലബസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ കുറേ അവേഴ്സ് നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബറോ നമുക്ക് കുറേ അവേഴ്സ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. അതിൻ്റെ നോട്ടും കാര്യങ്ങളും റെഫർ കോഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളൊരു നോട്ട് ബുക്ക് വാങ്ങേണ്ടതാണ്. ഒരു കോളേജ് നോട്ട് വാങ്ങി നോട്ടിൽ റെഫർ കോഡിൻ്റെ പരിപാടി നമുക്ക് ചെയ്തു വരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫെയർ റെക്കോർഡും പിന്നെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് ക്യാമ്പസ് തുറന്ന ശേഷം ചെയ്യാം. അപ്പം നമ്മൾ ഈ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പ്രാക്ടീസിൽ മെയിനായിട്ട് വരുന്ന ഇലക്ട്രിക്കൽ വയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട ആക്സസറീസ്, റൂൾസ്, അതുപോലെ അതിൽ എന്തൊക്കെ ടെസ്റ്റിംഗ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൽ പഠിക്കുക. അതിനുശേഷം നമ്മൾ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് അപ്ലയൻസസ്, മെയിൻ്റനൻസ് ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസസ്. മെയിനായിട്ട് കുറച്ച് ഡൊമസ്റ്റിക് അപ്ലയൻസസിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സിലബസിൻ്റെ താഴേക്ക് വരാം. ഇതിൽ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ബേസിക് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിൻ്റെ സമയത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മളത് എഴുതിയിട്ടുണ്ട്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. നമുക്കത് വീണ്ടും അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ എക്സ്ട്രാ വരും. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പിന്നെ സിമ്പിൾസും സ്റ്റാൻഡേർഡ് സർക്യൂട്ട് സിമ്പിൾസ്, അത് നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിൽ ഓൾറെഡി നമ്മൾ എല്ലാ സിമ്പിൾസും റെക്കോർഡിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം സാധനങ്ങൾ തന്നെ, സെയിം സിമ്പിൾസ് തന്നെയാണ് നമുക്ക് വീണ്ടും വരക്കേണ്ടത്. അപ്പം അതും നമുക്ക് ഈ സെമസ്റ്ററിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ശേഷമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിലറൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ വയറിംഗ് ആക്സസറീസ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ വയറിംഗ് ആക്സസറീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, നിങ്ങളിപ്പം ഇലക്ട്രിക്കൽ വയറിംഗ് ആക്സസറീസ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. സ്വിച്ച് ഒരു ഇലക്ട്രിക്കൽ ആക്സസറീസ് ആണ്. ആ സ്വിച്ച് എന്ന് പറയുന്നത് കുറേ ടൈപ്പ് ഓഫ് സ്വിച്ചസ് ഉണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ സാധാരണ ഉപയോഗിക്കുന്ന സ്വിച്ച് ഉണ്ട്. അതിന് തന്നെ ചിലതിന് 2 വര കാണും. അതായത് നമ്മൾ പിന്നെ ബെഡ്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ചില സ്വിച്ചസിന് 2 വര ഉണ്ടാവും. അതായത് അത് 2 സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്വിച്ച് ആയിരിക്കും. സ്റ്റെയർ കേസിൽ കാണും, ആ സ്വിച്ച് തന്നെ സ്റ്റെയർ കേസിൽ കാണും. അതേപോലെ നമ്മൾ മോട്ടറിൻ്റെ AC-ക്കൊക്കെ നമ്മൾ കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയ, കുറച്ചും കൂടി സൈസ് കൂടിയ സ്വിച്ചസ് കാണും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ ആ സ്വിച്ചസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ മെയിൻ സ്വിച്ച്, അങ്ങനെ കുറേ ICDP എന്ന് പറയും, അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ചസ് ഉണ്ട്, അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ സ്വിച്ചസ് ഉണ്ട്. അതായത് ട്രിപ്പിൾ പോൾ ന്യൂട്രൽ വിത്ത് ന്യൂട്രൽ വരുന്നുണ്ട്. അതൊക്കെ മെയിൻ സ്വിച്ചസിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഐസൊലേറ്റർ ഇസ് എ ടൈപ്പ് ഓഫ് സ്വിച്ച്. അതായത് നമ്മുടെ വീട്ടിലെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ ഉപയോഗിക്കുന്ന സ്വിച്ചാണ് ഐസൊലേറ്റർ. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ പിന്നെ നൈഫ് സ്വിച്ചിങ് ഓൾറെഡി കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സെമസ്റ്ററിൽ. നൈഫ് സ്വിച്ചസ് ഒന്നും നമ്മൾ വീട്ടിൽ വയറിങ്ങിൽ ഉപയോഗിക്കില്ല, പക്ഷേ അതും ഒരു ടൈപ്പ് ഓഫ് സ്വിച്ച് എന്നുള്ള കേസിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ സ്വിച്ചസിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. അതേപോലെ ഹോൾഡറിനെ വീട്ടിലെ പെന്നിൻ്റെ ഹോൾഡർ ഉണ്ട്, അങ്ങനെ തൂക്കിയിടുന്ന ഹോൾഡർ. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹോൾഡർ ഉണ്ടാവും. അതായത് വീട്ടിൻ്റെ നമ്മളെ റൂഫിലാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹോൾഡർ ആയിരിക്കും, അതിന് സ്ട്രെയിറ്റ് പാറ്റേൺ ഹോൾഡർ പറയും. നമ്മളെ ചുമരിൽ വാളിൽ വെക്കുന്ന സാധനം കുറച്ച് ആംഗിൾ ചേർന്നിട്ടായിരിക്കും, അതിന് നമ്മളെന്ന് പറയും ആംഗിൾ പാറ്റേൺ ഹോൾഡർ പറയും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോൾഡേഴ്സ് ഉണ്ട്. അതേപോലെ ഫ്യൂസും നമുക്ക് കുറേ ടൈപ്പ് ഫ്യൂസ് ഉണ്ട്. അങ്ങനെ നമുക്ക് പിന്നെ വയേഴ്സ്, കേബിള്, ദെൻ റെഗുലേറ്റർ, ദെൻ സീലിംഗ് റോസ്, ഫാനായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്യൂബിൻ്റെ അടുത്ത് വെക്കുന്ന സീലിംഗ് റോസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ആക്സസറീസ് ഉണ്ട്. ഇതിൽ ഓരോ ആക്സസറീസും ആ ആക്സസറീസിന്റെ സ്പെസിഫിക്കേഷനും അത് എവിടെയാണ് അപ്ലിക്കേഷൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരും. ഫെമിലറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അതായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് റിജിഡ് PVC കോൺഡ്യൂട്ട് വയറിംഗ് ടു കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് കുറേ ടൈപ്പ്, 1 ലാമ്പ് ബൈ കൺട്രോൾ ബൈ 1 സ്വിച്ച് ഉണ്ട്, 2 ലാമ്പ് കൺട്രോൾ ബൈ 1 സ്വിച്ച് ഉണ്ട്, 2 സ്വിച്ച് ഉണ്ടാവും, 2 ലാംപ്സ് ഇൻഡിപെൻഡന്റ് സ്വിച്ചസ് ഉപയോഗിച്ചിട്ട് സോക്കറ്റ്, ദെൻ സ്റ്റെയർ കേസ് വയറിങ്, പിന്നെ ഇന്റർമീഡിയറ്റ് സ്വിച്ച് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതേപോലെ ഗോഡൗൺ വയറിങ്, ദെൻ മാസ്റ്റർ കൺട്രോൾ നമ്മൾ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ വീട്ടിലെ മൊത്തം ലൈറ്റും വർക്ക് ചെയ്യും, അതാണ് മാസ്റ്റർ കൺട്രോൾ. ദെൻ ഹോസ്പിറ്റൽ വയറിങ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് വയറിങ് പഠിക്കണം. അതിന് മുമ്പേ നമുക്ക് എന്തൊക്കെ ഈ PVC വയറിങ് കൂടാണ്ട് നമുക്ക് കുറേ ടൈപ്പിംഗ് വയറിങ് ആണ്. മുമ്പ് ഉപയോഗിച്ച വയറിങ് PVC ആയിരുന്നില്ല. മുമ്പ് നമ്മൾ എന്ത് വയറിങ് ഉപയോഗിച്ചിരുന്നത്, കേസ് ആൻഡ് ഗ്യാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതിനുശേഷം ഈ വയറിങ് കാര്യങ്ങൾ, ഇതിലിപ്പോൾ ഗോഡൗൺ വയറിങ്, നമ്മൾ ഏത് തരം കണ്ടീഷൻ കിട്ടിയാലും അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സർക്യൂട്ട് വരക്കാൻ നിങ്ങൾ പഠിക്കണം. എന്നിട്ട് അത് എങ്ങനെ നമ്മൾ അതിൻ്റെ എസ്റ്റിമേഷൻ നടത്താം. ഇപ്പം നമ്മൾ ഒരു വീടിൻ്റെ മൊത്തം എസ്റ്റിമേഷൻ നടത്താൻ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണം. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളോട് ഒരു വീട് എസ്റ്റിമേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മൊത്തം എസ്റ്റിമേഷൻ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിരിക്കണം.
ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഹോൾഡർ ആണ് ഈ മൊത്തം ഒരു വീടിന്റെ വയറിംഗ് സൂപ്പർവൈസ് ചെയ്തിട്ട് അതിന്റെ ടെസ്റ്റിംഗ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്റർ ആണ് നിങ്ങൾ അത് പഠിക്കുന്നത്. അതിനുശേഷം അടുത്ത സെമസ്റ്ററിലൊന്നും നിങ്ങൾ വയറിങ്ങിനെ കുറിച്ച് ഒന്നും പഠിക്കില്ല. അപ്പം ആ ഒരു സൂപ്പർവിഷൻസ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സിലബസ് കവർ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ലാംസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മള് MCB, RCCB. RCCB എന്തിനാണ്? RCCB ആണ് റിസിപ്റ്റൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അത് എന്താണ്, അത് എന്തിനാണ്? അതേപോലെ MCBന്റെ ഫുൾ ഫോം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ പറയും. MCCB ഉണ്ട്, മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. പിന്നെ സബ് സർക്യൂട്ട്സ്, എന്താണ് സബ് സർക്യൂട്ട്? ലൈറ്റ് സബ് സർക്യൂട്ടും പവർ സബ് സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരു സബ് സർക്യൂട്ടിൽ എത്ര വരാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്റ്റാളേഷൻ, എന്തൊക്കെ ടെസ്റ്റിംഗ് നടത്തണം. നമ്മൾ വീട്ടിൽ വെറുതെ എല്ലാ വയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും കറണ്ട് കൊടുക്കാൻ പറ്റും. കേസിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത കറണ്ട് വരും? ഇല്ല. അതിന് കുറെ ടെസ്റ്റിംഗ് നടത്തി അതിന്റെ റിപ്പോർട്ട് ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് ഉള്ള ഒരാൾ സൈൻ ചെയ്ത് കൊടുക്കണം. ആ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ B ലൈസൻസിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതായത് നിങ്ങൾ ഈ കോഴ്സ് ഡിപ്ലോമ എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ B ലൈസൻസ്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എന്തൊക്കെ ടെസ്റ്റിംഗ് നടത്താൻ നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. ആ ടെസ്റ്റിംഗ് മെയിൻ ടെസ്റ്റിംഗ് ആണ് ഇൻസുലേഷൻ ടെസ്റ്റ്, എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റിംഗ് ആൻഡ് പൊളാരിറ്റി ടെസ്റ്റ്. ഈ ടെസ്റ്റിംഗ് ഒക്കെ നടത്താൻ നമ്മൾ പഠിക്കണം. ആ കാര്യങ്ങൾ എങ്ങനെ ടെസ്റ്റിംഗ് നടത്താം, ആ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം സോയിൽ റെസിസ്റ്റൻസിറ്റി, അതായത് നമ്മളൊരു എർത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ എർത്തിങ് മിനിമം 8 ohm റെസിസ്റ്റൻസ് എന്ന് പറയും. മിനിമം 8 ohm റെസിസ്റ്റൻസിലാണ് നമ്മൾ എർത്തിങ് ചെയ്യേണ്ടത് വീട്ടിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു IS റൂൾ ഉണ്ട്, IS 3043. ഇന്ത്യ സ്റ്റാൻഡേർഡ് റൂൾസ് ആണ്. ഈ റൂൾസിന്റെ അണ്ടറിൽ വരുന്നതാണ് IS 3043 ആണ്. പിന്നെ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ആ കണ്ടീഷനിൽ നമുക്ക് എർത്തിങ് ഇത്ര എർത്ത് റെസിസ്റ്റൻസ് വേണം, മിനിമം കണ്ടീഷൻ. നമ്മുടെ വീട്ടിൽ മിനിമം 8 ohm എർത്ത് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കണക്ഷൻ കിട്ടും. അപ്പൊ അതിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലെ സോയിൽ കറക്റ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഡിഫറൻറ്റ് സ്ഥലങ്ങളിൽ, ഇപ്പൊ കുന്നും പ്രദേശത്തുള്ളവർക്കും നമ്മുടെ സാധാരണ സമതല പ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്നും എർത്ത് റെസിസ്റ്റൻസ് വ്യത്യാസം വരും. അപ്പൊ നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് അവിടുത്തെ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ എത്രയൊക്കെ വേണം, അവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ സോയിൽ ടെസ്റ്റ് എങ്ങനെ എർത്ത് ടെസ്റ്റ് വെച്ച് ചെയ്യാം. പിന്നെ മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് എക്സിസ്റ്റിംഗ് എർത്തിങ് അറേഞ്ച്മെന്റ്. ഒരു എർത്തിങ് അറേഞ്ച്മെന്റ് ചെയ്ത ശേഷം, ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന അറേഞ്ച്മെന്റ് ചെയ്ത ശേഷം ടെസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ 8 ohm ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അതിന്റെ കാര്യങ്ങൾ. പിന്നെ ആർമേച്ചർ വൈൻഡിങ്ങിന്റെ ഗ്രോളർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആർമേച്ചർ വൈൻഡിങ് ഓക്കെ ആണോ സെലക്ട് ചെയ്യാം. നമുക്ക് ഇപ്പം ആർമേച്ചറിന്റെ കേസ് വരുമ്പോൾ ഞാൻ തൊട്ട് താഴത്തെ കേസ് പറഞ്ഞിട്ട് അതിന്റെ ശേഷം അതിലേക്ക് വരാം. ഡിസ്മാന്റിൽ ആൻഡ് അസംബിൾ ദ ഫോളോയിങ് ഡൊമസ്റ്റിക് അപ്ലയൻസ്: അയൺ ബോക്സ്, മിക്സർ ഗ്രൈൻഡർ, പവർ ഡ്രില്ലിംഗ്, സിംഗിൾ ഫേസ് മോട്ടർ ആൻഡ് സീലിംഗ് ഫാൻസ് ആൻഡ് ടെബിൾ ഫാൻ. അപ്പൊ ഈ കാര്യങ്ങളിൽ നമുക്ക് അയൺ ബോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതില് നമ്മൾ മിക്സർ ഗ്രൈൻഡറിലേക്ക് വരുമ്പോൾ മിക്സർ ഗ്രൈൻഡറിൽ ഉപയോഗിക്കുന്ന മോട്ടർ ഏതാണെന്ന് അറിയാം? യൂണിവേഴ്സൽ മോട്ടറാണ്. AC-യിലും DC-യിലും ഉപയോഗിക്കാൻ പറ്റുന്ന മോട്ടർ ആയതുകൊണ്ടാണ് അതിന് യൂണിവേഴ്സൽ മോട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നിങ്ങൾ ഈ സെമസ്റ്ററിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത സെമസ്റ്ററിൽ പഠിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് വീടുകളിൽ ഈ മിക്സിയിൽ യൂണിവേഴ്സൽ മോട്ടർ ഉപയോഗിക്കുന്നത്? അപ്പം പലരും പറയുന്ന ഉത്തരം AC-യിലും DC-യിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ AC-യിലുണ്ട്, നമ്മളെ വീട്ടിൽ എപ്പോഴെങ്കിലും DC ഉപയോഗിക്കേണ്ടി ഇല്ല. അപ്പൊ എന്തിനാണ് യൂണിവേഴ്സൽ മോട്ടർ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? അതായത് യൂണിവേഴ്സൽ മോട്ടറിന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പം നമ്മൾ അരിയൊക്കെ അരക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ഇടുന്ന ലോഡ് അരിയൊക്കെ ഫുള്ള് ഒന്നിച്ച് നിൽക്കും. അപ്പൊ അതിന് ലോഡ് കൂടുതലായിരിക്കും, കൂടുതൽ ടോർക്ക് വേണം. അപ്പൊ കൂടുതൽ ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് സ്പീഡ് കുറയും, സ്പീഡും ടോർക്കും തമ്മിലുള്ള റിലേഷനിൽ സ്പീഡ് കുറയുമ്പോൾ അതിന് ടോർക്ക് കൂടും. അതുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സൽ മോട്ടർ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഫാനൊക്കെ നമുക്ക് കൈയോട് പിടിച്ച് നിർത്താൻ പറ്റും, അതിന് വളരെ ടോർക്ക് കുറവാണ്. അപ്പം നമുക്ക് കൂടുതൽ ടോർക്കുള്ള മോട്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ യൂണിവേഴ്സൽ മോട്ടർ നമ്മളെ ഗീസർ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത്. അതിലെന്തുണ്ട്? ആർമേച്ചറും ഉണ്ട്, ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്. അതിന്റെ ആർമേച്ചർ നമ്മൾ ഓക്കെ ആണോ? ചില സമയത്ത് നമ്മൾ അതിലൊരു കംപ്ലൈന്റ് ആണ്, ഇതിന്റെ ആർമേച്ചർ കംപ്ലൈന്റ് ആയി പോകും. അപ്പൊ ആർമേച്ചർ കണ്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ആർമേച്ചർ ഡോർ. ഓക്കെ, അത് തൊട്ട് മുമ്പത്തെ എക്സ്പീരിയൻസിന്റെ കാര്യം പറയേണ്ടത് കൊണ്ട് പറഞ്ഞാൽ. പിന്നെ സിംഗിൾ ഫേസ് മോട്ടർ, നമ്മുടെ വീടുകളിൽ മോട്ടർ പമ്പ് സെറ്റിൽ ഉപയോഗിക്കുന്ന മോട്ടർ, അതൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെക്കണ്ടേ. നമ്മളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡിപ്ലോമ പഠിച്ചാണ്. അപ്പം പറഞ്ഞു ഇങ്ങനെ ചോദിക്കും ഒരാൾ, സമയത്ത് വന്നിട്ട് ശരിയാക്കുമോ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ പേര് വിളിച്ചിട്ട് അവരെ ശരിയാക്കുമോ എന്നുള്ള ചോദ്യം വരും. അപ്പൊ ആ സമയത്ത് അത് നേരെയൊക്കെ നിങ്ങൾ അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പിന്നീട് പഠിക്കുന്നത്. സിംഗിൾ ഫേസ് മോട്ടോഴ്സും സീലിംഗ് ഫാൻസും ടേബിൾ ഫാൻസും ഒക്കെ. ഇത്രയും പഠിക്കുന്നതോടെ നമുക്ക് നോർമലി ആയിട്ട് നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, നമ്മളൊരു ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഹോൾഡർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് ചുറ്റുവട്ടത്തുള്ള കുറെ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ പറയും അവൻ ഇലക്ട്രിക്കൽ പഠിക്കുന്നതെന്ന്, അവൻ ഇലക്ട്രിക്കൽ അറിയാം എന്നുള്ള ആ ഒരു അപബോധം എല്ലാവരും മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇത് കൃത്യമായി പഠിച്ചിരിക്കണം. ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പം പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാം. കാരണം ഇതൊക്കെ നമുക്ക് എപ്പം ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ്
നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ വായിക്കുമ്പോൾ ഇത് ഒരുപാടുണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇതിൽ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ എൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യും. അതായത് ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. സർക്യൂട്ട് വരക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ വരച്ച് പറഞ്ഞുതരാം. അപ്പോൾ അത് എങ്ങനെ വരക്കാം എന്നുള്ള കാര്യങ്ങൾ, എസ്റ്റിമേഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളത് ഞാൻ ഓൺലൈനിൽ ഒരു ക്ലാസ് എടുത്തുതരാം. അതേപോലെ ഈ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് കുറേ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് നമുക്ക് ഓൾ ക്യാമ്പസിൽ വെച്ച് ലാബിൽ വെച്ച് ഞാൻ ചെയ്യുന്ന രീതിയിൽ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ലാബിൽ വന്ന ശേഷം വീണ്ടും ഇത് നിങ്ങൾക്ക് ഒരാൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു മുൻകൂട്ടി നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അവിടെ നിന്ന് ചെയ്യേണ്ട ആവശ്യം വരില്ല, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പോകാം. അപ്പോൾ നമ്പർ ഓഫ് ലാബ് ഹവേഴ്സ് കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പോകാം. അതേപോലെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരാം, എങ്ങനെയാണ് യൂസ് ചെയ്യുക കാര്യങ്ങൾ കോളേജിൽ നിന്ന് കാണിച്ചു തരാം. കോളേജിൽ നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് കോളേജിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് പിന്നീട് നമുക്ക് എക്സ്പീരിയൻസ് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ സിലബസും മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, താങ്ക് യു.